ഹായ് ഹലോ നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമേഡ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. എടത്തലയിലുള്ള ഗീത ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗീത ചേച്ചി ആക്ച്വലി നല്ലൊരു കുക്കാണ്, ഒരു കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വർത്തായിരിക്കും. കാരണം ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറേ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് പോകാം. Once again, welcome to my choice പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. നമ്മുടെ ഫൺ ഫാലിമിയിലെ ഫാമിലി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയെ പറ്റിയിട്ട് ഇവിടെ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ഇവിടെ വന്നിട്ട് ഗീത ചേച്ചിയുടെ വീട് തപ്പണേന് പകരം കാറ്ററിംഗ് ചെയ്യുന്ന ആ ഗീതയല്ലേ, ഇതാണ് എല്ലാവരും വന്ന് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അപ്പോൾ അത് ഭയങ്കര എളുപ്പമായി വീട് കണ്ടുപിടിക്കാനായിട്ട്. ചേച്ചി ഒരു കാറ്ററിംഗ് ഒക്കെ സ്വന്തമായിട്ട് നടത്തുന്നുണ്ടല്ലേ? എത്ര വർഷമായി? 23 വർഷമായി. ഓക്കെ. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? ഞങ്ങൾ മെയിനായിട്ട് ഇഡലിയാണ് ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നത്, ഇഡലി മാത്രം. അപ്പോൾ അത് ഇവിടെ കുക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു സ്റ്റാഫ് കൊണ്ട് ഹോട്ടലുകളിലൊക്കെ സപ്ലൈ ചെയ്യും. എന്തായാലും കുറച്ച് ടിപ്സ് ഒക്കെ ചേച്ചിയുടെ എന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രേക്ഷകരെ കൊണ്ടുവന്നേക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചേട്ടനെ പരിചയപ്പെടുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുരേഷ് ചേട്ടനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ചേട്ടൻ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കേട്ടു. ഉണ്ട്, ഈ ബിസിനസ് ഉണ്ട്. നേരത്തെ അശോക് ടെക്സ്റ്റൈൽസിലായിരുന്നു, ഒരു ടെക്സ്റ്റൈൽ മില്ലായിരുന്നു. ഡെപ്യൂട്ടി സ്പിന്നിംഗ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ റെസിഡൻസ് ഹൗസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്, ജില്ലാ ട്രഷറാണ്. ഇതുകൂടാതെ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കില, തൃശ്ശൂരുള്ള മുളകുത്ത് കിലയുടെ റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വാഴക്കുളം ബ്ലോക്കിൻ്റെ ബ്ലോക്ക് കോർഡിനേറ്ററാണ്. ഇപ്പോൾ പഞ്ചായത്തുകളിൽ പരിശീലനം കൊടുക്കൽ, പഞ്ചായത്ത് മെമ്പർമാർക്കും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം കൊടുക്കലാണ്. അതിൻ്റെ നിയമവശങ്ങളും പ്ലാനും പദ്ധതികളും ഒക്കെ രൂപീകരിക്കുന്നില്ല. അതാണ് പ്രധാന പരിപാടി. ഇപ്പം നവംബർ ആകുമ്പോൾ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ വന്നാൽ വീണ്ടും പണി അതിലേക്ക് വരും. അതുകൂടാതെ ആലുവ ഒരു ജിമ്മിൻ്റെ ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ജിം, ആലുവയിൽ ഒരു ഓപ്പൺ ജിമ്മുണ്ട് പാർക്കിനോട് ചേർന്ന്. 78 കരാട്ടെ ബാച്ച്, അന്ന് കരാട്ടെ ഉണ്ടായിരുന്നു. 78 5 കൊല്ലത്തോളം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൂടി നിർത്തി. അതിനുശേഷം ആ പഴയ ഞങ്ങളെല്ലാവരും 40 കൊല്ലത്തിന് ശേഷം ഒന്ന് ഒത്തുകൂടിയിട്ടാണ് ഈ ഒരു പരിശീലനത്തിലേക്ക് വന്ന. ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഇതൊന്നും കൂടാതെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനറും കൂടാണ്. അതൊരു 20 കൊല്ലമായിട്ട് 23 കൊല്ലമായിട്ട് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ കോളേജ്, സ്കൂള്, റെസിഡൻസ് ഹൗസുകളിൽ 10 പേരെ എവിടെ വിളിച്ചാലും പോയി പരിശീലനം കൊടുക്കും. CPR. അല്ല, എൻ്റെ ചോദ്യം, ഒരുപാട് മേഖലകളിൽ ചേട്ടൻ അതും ചെറിയ പോസ്റ്റല്ല, വലിയ പോസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓരോ ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ് ആണ്, ഇതിന് ട്രെയിനിങ് കൊടുക്കാനാണെങ്കിലും അതിനുള്ള ഒരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു ഇത് എന്താണ് ഇപ്പോൾ ബേസ് എന്താണ് ഇതിൻ്റെയൊക്കെ? ബേസ് എഞ്ചിനീയറിംഗ് ആണ്. ഇതൊന്നും കൂടെ കുറേ കാലം കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. കുറേയധികം വീട് പണിത് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലർക്കും വീട് പണിത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിനിടെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ ആ ഒരു പരിമിതി ഇപ്പോൾ അത്ര ഇല്ല. വീട് പണി ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് കുറേ കാലമായിട്ട്. ആ ഭൂമങ്ങ് പോയകൂടി പരിപാടി, റിയൽ എസ്റ്റേറ്റിൻ്റെ ഭൂമി പരിപാടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് തന്നെ കാറ്ററിങ്ങിൻ്റെ ഉണ്ട്. അത് അത്ര വലിയ സമയമൊന്നും വേണ്ട. പക്ഷേ മറ്റു പരിശീലനങ്ങൾ ആൾക്കാർക്ക് 2 മാസത്തിലൊരു 3-4 തവണയൊക്കെ 4 ദിവസങ്ങളിലൊക്കെ ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ പരിശീലനം വരുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സൺഡേ പോലുള്ള സ്ഥലങ്ങളിൽ, അത് പള്ളികളിലും അമ്പലത്തിലും എവിടെ ആൾക്കാർ വിളിച്ചാൽ ഫസ്റ്റ് എയ്ഡ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. CPR ആണ് മെയിനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാർഡിയോ പൾമണറി റിസർച്ച്. ഹൃദയം നിന്ന് പോയാൽ ശ്വാസം നിന്ന്, ഒരുപക്ഷെ നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാകും, ശീലിച്ചിട്ടുണ്ടാകും, വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പരിശീലിച്ചിട്ടുണ്ടാവില്ല. കാരണം ഹൃദയം നിന്ന് പോലെ, ശ്വാസം നിന്ന് പോലെ നമ്മൾ എന്ത് ചെയ്യുന്ന സാധനം എടുത്തുകൊണ്ട് പോകും ആശുപത്രിയിൽ. പക്ഷേ പ്രയോജനമൊന്നുമില്ല. ശ്വാസം നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ 3 മിനിറ്റിൽ കൂടുതൽ ജീവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 കാര്യങ്ങൾ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നെഞ്ചിൽ അമർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഹൃദയം നിന്ന് പോവുക. അത് കറണ്ട് അടിച്ചിട്ടോ ഷോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഹൃദയം നിന്ന് പോകാം. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയം നിന്ന് കഴിഞ്ഞാൽ പൾസ് നോക്കിയാൽ അറിയാം. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ നെഞ്ചിനെ അമർത്തി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 1 മിനിറ്റിൽ 10-100 തവണ വരെ വിധത്തിൽ അമർത്തി, നല്ല ശക്തമായിട്ട് അമർത്തി കൊടുക്കുക. നെഞ്ചിനെ താഴ്ത്ത് വരുമ്പോൾ ഹൃദയം ചുരുങ്ങി രക്തം തലച്ചോറിലേക്ക് എത്തും, ആൾ ജീവനോടെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കുക. ഒപ്പം ശ്വാസം നിന്നുപോയി വാ തുറന്ന് മൂക്കടച്ചു പിടിച്ച് വായ തുറന്ന് വായ്ക്കുള്ളിലേക്ക് ഊതി കൊടുക്കുക. അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, പണ്ട് കാലത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അത് നമുക്ക് പ്രയോഗിക്കാൻ അവസരം വന്നാൽ നമ്മളത് പ്രയോഗിക്കണം. എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ വേണ്ടി വന്നിട്ടില്ല, ഇതുവരെ വേണ്ടി വന്നിട്ടില്ല.
കുഞ്ഞ് മിഠായി വിഴുങ്ങി. അതൊരിക്കല് സ്കൂളിൽ ഉണ്ടായി മോന് കൊച്ചുമോൻ ഉണ്ടായി. ഈ കോപ്പിക്കോ എന്ന് പറയുന്ന ഒരു മിഠായി ഉണ്ട്, അത് ഒരു സൈഡ് ഒട്ടുന്ന, അത് വിഴുങ്ങി എന്തോ ഒരു ഒച്ച മാത്രമേ ഉണ്ടായുള്ളൂ. ഓടി വന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി. നേരെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തെന്ന് പറഞ്ഞാൽ കൊലിച്ച് നിർത്തി പുറത്ത് തട്ടി കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്നത്. പിന്നെ ചുമയ്ക്കാനായിട്ട് നമ്മൾ പറയാം. അത് പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ ഇത് തന്നെ കൊടുക്കേണ്ടത്. പുറകിൽ ബാക്കി കൂടെ ആളെ കൊലിച്ച് നിർത്തി പുറകെ കൂടെ കൈയിട്ട് പൊക്കളിന് മേളിൽ കൈവച്ച് പുറകോട്ട് വലിക്കുന്ന ഹെൽമിക് മാനുവർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പൊക്കളിന് മേളിൽ കൈ ചുരുട്ടി വെച്ചിട്ട് പുറകിൽ നിന്ന് വലിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ചിക്കൻ തടയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമല്ലേ കപ്പ് കേക്ക് കുടുങ്ങി, ഇന്നലെയല്ലേ മരിച്ച ഒരു സ്ത്രീ കപ്പ് കേക്ക് കുടുങ്ങിയത്. അതൊക്കെ ചെയ്യാവുന്നതാണ്. പൊക്കളിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് പുറകോട്ട് വലിക്കുക എന്ന് പറഞ്ഞ് പുറത്ത് പോകും. അപ്പം പുറത്ത് തട്ടി കൊടുക്കുക. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അമ്മമാർക്കും കുട്ടികൾക്കും സ്കൂളിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ചേട്ടൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ചേച്ചി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് ഭയങ്കര വ്യായാമമൊക്കെ ആയിട്ട് ഭയങ്കര വീട്ടിൽ സ്ട്രിക്റ്റ് ആണോ? ഇത്ര മണിക്ക് ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം, രാവിലെ ഓടാൻ പോകണം, ചാടാൻ പോകണം, അങ്ങനെയൊക്കെ ആയിട്ട്? ഇല്ല, അങ്ങനെ കുഴപ്പമില്ല. രാവിലെ വ്യായാമം കാര്യങ്ങളൊക്കെ ഉണ്ടോ ചേച്ചി? നടക്കാൻ പോകുന്നത് ഞാൻ വല്ലപ്പോഴും നടക്കാൻ പോകുന്ന സമയം കൂടെ നമ്മുടെ പറയാം. ഞങ്ങൾ ഒരു വർഷത്തിൽ ഒരു 3 തവണ ടൂർ പോകും. ആ സമയത്ത് നടക്കണം. നടന്ന് ഷൂസൊക്കെ ഇട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അതൊരു പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ പോകുന്നതിന് ഒരു 2 മാസം മുമ്പോട്ട് നടന്നു തുടങ്ങും, റിഹേഴ്സൽ തുടങ്ങും. ഓക്കെ, ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അത് ഫാമിലി ആയിട്ടാണോ പോവാറ്? ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട് ഈ വീട്ടില്? മക്കള്, പേരക്കുട്ടികൾ, മരുമക്കൾ, ഇവരൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മൂത്ത ആള് ചങ്ങനാശ്ശേരിയിൽ സെറ്റിൽഡ് ആണ്. രണ്ടാമത്തെ ആള് ഇവിടെ ആലുവയിലാണ്. അപ്പോൾ അവള് ബാങ്ക് ഓഫീസറാണ് SBIയിൽ. അവളുടെ ഹസ്ബൻഡും ബാങ്ക് ഓഫീസറാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ രാവിലെ മരുമോൻ തന്നിട്ട് അവനങ്ങ് പോകും. പിന്നെ ഞങ്ങളാണ് നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് അവധി ദിവസമൊക്കെ പിള്ളേർ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ആ കുഞ്ഞുങ്ങളുടെ കലാപരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ സീറ്റിൽ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, ആ സീറ്റിൽ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുഴിഞ്ഞു പോയി. അതായത് പിള്ളേര് കുത്തി മറിഞ്ഞിട്ട് അവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ഓക്കെ, വികൃതികളാണോ? ഭയങ്കര വികൃതികളാണ്. ഓക്കെ, സുരേഷ് ചേട്ടാ, അപ്പോ ഞങ്ങളിവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചേട്ടൻ അറിയാവോ? പറഞ്ഞിരുന്നു. സർപ്രൈസ് അങ്ങ് പൊട്ടിപ്പോയല്ലോ. പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചേട്ടൻ ഒരു പണി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അത് എന്ത് പണിയാണെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, ചേട്ടന്റെ സ്വന്തം ഗീത ചേച്ചിയാണ്. ചേച്ചി, നമുക്ക് എന്ത് പണി? സർപ്രൈസായി. ചേട്ടൻ ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും അറിയാം കിച്ചണില്. അതെനിക്ക് മനസ്സിലായി. എന്തോ പ്രത്യേകിച്ച് ഒരു പണി അങ്ങനെ അങ്ങോട്ട് പറയാനില്ല. ഓക്കെ, എന്നാലും എന്താ ഒരു പണി കൊടുക്കുക? എന്തെങ്കിലും ഒരു മനസ്സിലൊരു ഐഡിയ ഒന്നും തോന്നല്ല. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? സജഷനും ഉണ്ട്, പക്ഷെ അത് ചേട്ടാ കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യുമെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കാറുണ്ടോ ചേട്ടൻ? ഉപ്മാവ് ഉണ്ടാക്കാറില്ല. ആ ചിരിയെന്ന് മനസ്സിലായി, ഉപ്മാവ് ഉണ്ടാക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, മൈ ചോയ്സിന്റെ ഡബിൾ റോസ്റ്റഡ് റവ. അപ്പോൾ ഈ റവ വെച്ചുകൊണ്ട് ചേട്ടൻ ഒരു ഉപ്മാവ് ഞങ്ങൾക്ക് അങ്ങ് ഉണ്ടാക്കി തരണം. ഓക്കെ, ഈ പണി പോരെ? കറി വേണോ? ബാച്ചിലറായിരുന്ന ഓർമ്മയുണ്ട്. എന്താണ്? ബാച്ചിലറായിരുന്ന കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഓർമ്മകളൊക്കെ നമുക്ക് പൊടി തട്ടിയെടുക്കാം. പായസം പോലൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കാൻ റെഡി അല്ലേ ചേട്ടൻ? ചേച്ചി ഓക്കെ? കറി എന്തെങ്കിലും വേണോ? കറി വേണ്ട, പാവല്ലേ. സോ സ്വീറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഞങ്ങളുടെ മൈ ചോയ്സിന്റെ ഡബിൾ റോസ്റ്റഡ് റവ ഇവിടെ റെഡിയാണ്. കുക്ക് ചെയ്യാൻ ചേട്ടൻ റെഡിയാണോ? റെഡിയാണ്. സന്തോഷം കണ്ടില്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് ഇത് അങ്ങ് പിടിച്ചാലും. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ചേട്ടൻ ഇത് തുടങ്ങേണ്ടത്? പാത്രം വെക്കുന്നിടത്തോട്ട് തുടങ്ങാം. ആദ്യം എന്താ നമ്മൾ ചെയ്യാൻ പോണേ? അതിനകത്ത് ഒന്ന് കടുക് തോർത്ത്. ഓക്കെ, ഇതിനു മുമ്പായിട്ട് ഈ ഇടാനുള്ള സാധനം അരിഞ്ഞെടുക്കണമല്ലോ, അത് വിട്ടുപോയി. ഓക്കെ, ഞാൻ എന്തായാലും വർത്താനം പറഞ്ഞ കോൺസെൻട്രേഷൻ കളഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് ചേട്ടാ നമ്മുടെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? ആദ്യം റവയാണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, ഉപ്മാവായതുകൊണ്ട്. കാരണം അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും വരാനില്ല. അപ്പോൾ അത് നമ്മൾ ഒന്ന് കടുകൊക്കെ വറുത്ത് ഇത്തിരി ഉള്ളിയും കുറച്ച് ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് ഇതിനൊന്ന് കടുക് വറുത്ത് അതിനകത്തോട്ട് റവ ഇടുന്നു. അതെ, അങ്ങനെയാണോ? എനിക്ക് ഓക്കെ. ചേച്ചി ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ?
പുള്ളിക്കാരി കഴിക്കാതെ ഉണ്ടാക്കി തരുന്നൊരു സാധനമുണ്ട്, ചിക്കൻ. കഴിക്കാൻ ഉണ്ടാക്കി തരുന്നതാ? കഴിക്കില്ല, ചിക്കൻ കഴിക്കുകയല്ല. അത് ശരി. ചിക്കൻ നന്നായിട്ടുണ്ടാക്കും. ചിക്കൻ നന്നായിട്ടുണ്ടാക്കും. ഉപ്പ് നമ്മൾ നോക്കേണ്ടി വരും പലപ്പോഴും. ശരിയാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. പിന്നെ പിള്ളേരുണ്ട്, മരുമോനുണ്ട്, അവന് ഉപ്പ് നോക്കി അത് തീരും മിക്കവാറും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എനിക്ക് ആക്ച്വലി ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിപ്പോൾ കിച്ചണിൽ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്, ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സിറ്റ് ഔട്ട് ഉണ്ട്, നേരെ ചേച്ചിയുടെ കണ്ടെത്തുന്ന ദൂരത്തിൽ TV ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് രാത്രിയൊക്കെ TV കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാം, പകല് TV കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാം. അത് അതിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണോ? തീർച്ചയായിട്ടും അതില്ല. പണ്ട് കാലത്ത് സീരിയൽ കാണാൻ വേണ്ടി ചെയ്തിരുന്നു. എനിക്ക് തോന്നി. ചേട്ടൻ അങ്ങനെ സവാളയൊക്കെ കുണുകുണാന്ന് പറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്, കൂടെ പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തത്? ഇതിനെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കേ ചേട്ടാ, അരിയാഞ്ഞ് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? സാധാരണ എന്തൊക്കെ കണ്ടായിരുന്നു. ഇത് വഴിയെ ഇടാം. ആണോ? അപ്പൊ അറിയാം, പ്ലാനുണ്ട്, മനസ്സിലുണ്ടല്ലോ. ഓക്കെ, അത് മതി. അങ്ങനെ കടുകൊക്കെ ഇട്ട് കടുകൊക്കെ ഇങ്ങനെ കിടക്കിടക്കൂടാന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് സവാളയും പച്ചമുളകും ഇങ്ങനെ ആഡ് ചെയ്യും. പച്ചമുളകൊക്കെ ഒരു ഊഹത്തിനിട്ടതാണോ അതോ കറക്റ്റ് അളവ് പറഞ്ഞിട്ട്? ഏകദേശം ഊഹം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ഇഞ്ചി എന്ന് പറയും, ഇഞ്ചി. ഞാൻ എന്തെങ്കിലും മറന്നോ? പക്ഷെ അപ്പോഴും വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒന്നല്ല, ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ചേർക്കാം. വേണമെങ്കിൽ അല്ല, എന്തായാലും ഇപ്പൊ ഇഞ്ചി എടുക്കാൻ വേണ്ടി പോകണമല്ലോ, ആ കൂട്ടത്തിൽ നമുക്ക് അതോടെ എടുത്തിട്ട് വരാം. സാധനമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ചേച്ചി എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണ്? ഇത് ഇഞ്ചിയാണത്. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചതിനകത്തേക്ക് ഇട്ടാൽ മതി. അത് ശരി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുമ്പോൾ ഫ്രീസാവും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതേപോലെ തന്നെയാണ് തേങ്ങയും. നമ്മൾ ചിരണ്ടി വെച്ചാൽ 2 ആഴ്ച 3 ആഴ്ച ഉള്ള സാധനം അവിടെ ഇരിക്കും. ഒരു 5, 8, 10 തേങ്ങ ചുരട്ടിയെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. നമ്മൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാണ്ട് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കടുക് മാത്രം ഇട്ടാൽ നമ്മൾ ചെയ്തേക്കുന്നത്. കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കൊന്ന് കടിക്കും. അപ്പോൾ എല്ലാം അറിയാം. അതിനകത്ത് ഇടാം നമുക്ക്. ഓക്കെ. നമ്മൾ ഏതാണ്ടായിട്ടുണ്ട് അല്ലേ ഇത്? ഇനി കുറച്ച് കറിവേപ്പിലയുണ്ട്, ഉപ്പിടാനുണ്ട്. യെസ്, അങ്ങനെ അപ്പോൾ മൈ ചോയ്സിന്റെ ഡബിൾ റോസ്റ്റഡ് റവ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് കഴിക്കാൻ? ഏതാണ്ട് ആയിട്ടുണ്ട്. ഡബിൾ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേകാനൊന്നുമില്ല ഇതിനകത്ത് കാര്യമായിട്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഏതാണ്ട് വേകുന്നതിന് തുല്യമാണ്. റവ പ്രത്യേകിച്ച് ഡബിൾ റോസ്റ്റ് ആയതുകൊണ്ടാണ്. ഇപ്പം ആയിട്ടുണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ ഇനി എന്തെങ്കിലും പൊടിക്കൈകൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി വേണമെങ്കിൽ ഇത്തിരി പച്ച കറിവേപ്പില വേണമെങ്കിൽ ഇടാം. പക്ഷേ എൻ്റെ അത്യാവശ്യമില്ല. അപ്പോൾ ഇത് മതിയാവും. ഓക്കെ. യെസ്, നമ്മുടെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിൻ്റെ ഡബിൾ റോസ്റ്റഡ് റവ കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ചേട്ടൻ ഇങ്ങനെ സെർവ് ചെയ്യുന്നു വേറൊരു പാത്രത്തിലേക്ക്.
ചേച്ചിക്ക് നമുക്ക് ചില ഗാർണിഷ് ഒക്കെ ചെയ്യണം. പച്ചയുണ്ട്, പിങ്ക് ഉണ്ട്, കളർഫുൾ ആണ്. എന്നിവിടെ കളർ വേറെ ഉണ്ട്. ഇതാണ് അപ്പൊ നമ്മുടെ ഉപ്മാവ്. ഓക്കെ, ചേട്ടൻ ഹാപ്പി അല്ലേ? എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്താണ് ഒരു വിഷമം? ഒരു ബുദ്ധിമുട്ടും എന്തോ ഒരു ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഞാൻ സ്പൂൺ എവിടെയാണെന്ന് നോക്കി. ഓക്കെ, എന്നാ സ്പൂണും കൂടെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വേറെ ടാസ്ക് ഉണ്ട്. സ്പൂൺ എടുത്തോളൂ. ഓക്കെ, അപ്പോ എല്ലാം റെഡിയാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചടങ്ങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാനുള്ള ആളെ വിളിക്കാൻ. ആരെ വിളിക്കണ്ടേ? വിളിക്കാം. ചേട്ടൻ തന്നെ ധൈര്യമായിട്ട് ഉറപ്പോടും ഇങ്ങോട്ട് വാ, വന്ന് കഴിക്ക്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടെ, ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ. ഐശ്വര്യമായിട്ട് ചേച്ചി ഇത് കഴിച്ചാൽ. കൊള്ളാം. ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്, ഉപ്പ് കുറഞ്ഞു പോയി. ഓക്കെ, ബാക്കി എരു ഓക്കെ ആണ്. കൊള്ളാം. ഇനി ഇതുപോലെ ഉണ്ടാക്കി തരണേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ പിന്നെന്താ, സന്തോഷം. കൊള്ളാം, അടിപൊളി. ഇതിന്റെ കൂടെ ചെറിയൊരു പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും ഹൈലി റെക്കമെൻഡഡ്. മൈ ചോയ്സ് ഡബിൾ റോസ്റ്റഡ് റവ. ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കുന്നത് ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ കുറച്ച് കടല വറുത്തിടാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിലക്കടല വറുത്തത്. ഓക്കെ, നോക്കാം. അടുത്ത പ്രാവശ്യം ഇതൊക്കെ വീട്ടില് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ എനിവേ താങ്ക് യു. ചേച്ചി ഹാപ്പി അല്ലേ? ചേട്ടനും ഹാപ്പി അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയ സ്ഥിതിക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരു ട്രീറ്റ് തരുന്നുണ്ട്. അപ്പൊ ആ ട്രീറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ചേച്ചി അറിയാം, ഗെയിം കളിച്ച് വിൻ ചെയ്യണം. യെസ്, അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോവാണ്, ഗെയിമിംഗ് സെഷനിലേക്ക് പോവാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഗെയിമിംഗ് സെഷനിലേക്ക് ഇപ്പൊ കടന്നിരിക്കുകയാണ്. ചേച്ചിയുടെ ഊഹം വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു ഗെയിം? കൈകൊണ്ട് ആയിരിക്കില്ലെന്ന് തോന്നുന്നു, വായിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? സോ എനിവേ ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഗെയിം. അതായത് ഇതിനകത്ത് സേമിയ ഉണ്ട്, നമ്മുടെ പാസ്തയുണ്ട്. നമ്മളൊരു ഇറുക്കിൽ എടുക്കുന്നു സേമിയത്തിന്റെ, അതിനുശേഷം വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഈ 5 പാസ്ത വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ 5 എണ്ണം നൂല് കോർക്കുന്ന പോലെ ഈസി ആയിട്ട് ഇങ്ങനെ കോർത്ത് എടുക്കണം. മനസ്സിലായോ? വായിൽ കടിച്ചു. 1 മിനിറ്റ് സമയമുണ്ട്. ഞാൻ ടൈമർ വെച്ചിട്ടാണ് നിൽക്കുന്നത്. 1 മിനിറ്റിനകത്ത് ചേച്ചി ഈ ഒരു 5 പാസ്തയും ഇതിനകത്ത് കോർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സൂര്യ കോമഡി ഒരുക്കുന്ന ഒരു കിടിലൻ ട്രീറ്റ് ചേട്ടനും ചേച്ചിക്കും റെഡിയാണ്. വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്നും കൂടെ താഴ്ന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. 15 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഒന്നും കൂടെ ചേച്ചി താഴ്ന്ന് കഴിഞ്ഞാൽ കിട്ടും. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാൻ എളുപ്പത്തിന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ച് തരാം. യെസ്, 40 സെക്കൻഡ്. ഇനി 20 സെക്കൻഡിനകത്ത് 5 എണ്ണം ഇടണം. ഓക്കെ, 1, കമോൺ, 15 സെക്കൻഡ്. 10 സെക്കൻഡ്. 6, 5, 4, 3, 2, 1. ടൈം അപ്പ്. സോ സാഡ്. ഓക്കെ ചേച്ചി, സാരമല്ല. എനിക്ക് തോന്നുന്നു ചേച്ചി ആദ്യം തന്നെ ഇരുന്ന് കറക്റ്റ് അളവിന് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനകം 5 എണ്ണം കോർത്തെടുക്കാൻ പറ്റിയേനെ. ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ട്രീറ്റ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സൂര്യ കോമഡിയുടെ വേറെയും അടിപൊളി ഗിഫ്റ്റ്സ് ചേട്ടനും ചേച്ചിക്കും ഫാമിലിക്കും റെഡിയാണ്. നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയാലും. ഇത് ഇളയ മോള്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. പേര് ചിന്നു. ഇത് ഗൗതം, ചിന്നുവിൻ്റെ മകൻ. അത് ഗൗരി, ചിന്നുവിൻ്റെ ഇളയ മകള്. ഇത് ആനന്ദ് കുമാർ, ചിന്നുവിൻ്റെ ഹസ്ബൻഡ്. ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, പെരുമ്പാവൂര്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാം. എനിക്കൊക്കെ വയറ് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് ചേട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിവേ വി ആർ വെരി മച്ച് ഹാപ്പി. അതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഗിഫ്റ്റ്സ് ഞങ്ങളുടെ കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്.
റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് പുഡിംഗ് കേക്കിന്റെ നല്ലൊരു സമ്മാനം. ഫാം ഹൗസിന്റെ നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ പാലും തൈരും. ഇനി അടുത്തതായി വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റൂക്ക അതിഥിയുടെ ബേക്കറി പ്രൊഡക്ട്സുകൾ തന്നെയാണ് വിശ്വസനീയം. റൂക്ക അതിഥിയുടെ നല്ലൊരു അടിപൊളി സമ്മാനം. ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ തരാനുണ്ടോ? തരാം. എന്താ 2 എണ്ണം തരാമെന്നാണോ? എനിവേ ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളും ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്തു വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഫാമിലി റിലേറ്റീവ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിക്കോട്ടെ, ഹസ്ബൻഡിനായിക്കോട്ടെ, വൈഫിനായിക്കോട്ടെ എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ ആ ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എനിവേ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.